ഇന്ന് അമ്പലപ്പുഴയിൽ ജി സുധാകരനുമായി സഹകരിക്കാമെന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജി സുധാകരൻ പ്രത്യേകിച്ച് ജനകീയനായ നേതാവാണ്, അഴിമതി ഇല്ലാത്ത നേതാവാണ്. അദ്ദേഹവുമായിട്ടുള്ള സഹകരണത്തെ എങ്ങനെ കാണുന്നു? ഞാൻ ചോദിക്കുന്ന ജി സുധാകരനെ പോലുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ ഉള്ള ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ. ആ ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുമാണ്. ആ ജീർണം സംഭവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജി സുധാകരൻ ഒരു തീരുമാനമെടുത്തപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജി സുധാകരനെ സപ്പോർട്ട് ചെയ്താൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ എങ്ങോട്ട് പോകുന്നു വെച്ചാൽ പാർട്ടിയിൽ നിൽക്കും. ഒരാൾക്ക് വേണ്ടിയിട്ടല്ലോ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഞാൻ ലിജുവിന് പാർട്ടിക്കുള്ളിൽ പണിയെടുക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കുന്നത് പാർട്ടിക്കുള്ള ഇതെടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 2 തവണയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുധാകരന് പിന്തുണയുമായി നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം കൂടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? സുധാകരന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സുധാകരൻ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയാം. പാർട്ടി തീരുമാനിച്ചിട്ടില്ല സുധാകരന് പിന്തുണ കൊടുക്കാൻ. സുധാകരന് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പിന്നെ എത്രയോ പേര് ഇപ്പോൾ ചോദിച്ച പോലെ വിസ്മയം എന്ന് പറഞ്ഞ പോലെ എത്രയോ പേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവമൊന്നുമില്ല. എത്രയോ ആളുകളെ മാറ്റിക്കൊണ്ട് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരാനത്ത് സ്വാഭാവികമായും ചില പാർട്ടികൾക്കുണ്ടാകുന്ന പ്രതിസന്ധിയും അപജയങ്ങളുമൊക്കെ സ്വാഭാവികമായി സുധാകരൻ ഉയർത്തിയിരിക്കുന്ന ഒരു ചില കാര്യമുണ്ട്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ പ്രാദേശിക ഘടകത്തിന് എതിർപ്പുള്ളതായിട്ടുള്ള വിവരങ്ങൾ കോൺഗ്രസിൻ്റെ പാർട്ടി തീരുമാനം, സ്ഥാനാർത്ഥി തീരുമാനം എടുക്കുന്നത് പ്രാദേശിക ഘടകത്തിൻ്റെ വികാരം മനസ്സിലാക്കും. പക്ഷെ അന്തിമമായി തീരുമാനം എടുക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ പ്രാദേശിക ഘടകങ്ങളെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കാവുന്ന ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പണ്ടും തീരുമാനമെടുത്തിട്ടുണ്ട്, പണ്ടും പ്രാദേശിക തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് എന്നെ സ്ഥാനാർത്ഥി നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രാദേശിക തീരുമാനത്തിൽ ഞങ്ങളെ കൂടി കൺവിൻസ് ചെയ്യിപ്പിച്ചു, അവിടെ വിജയിച്ചു. അവിടെ പ്രാദേശിക വികാരം മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം. നാട്ടികയിൽ ഇപ്പോൾ CC മുകുന്ദനെ ഒടുവിൽ കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കുന്നതിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പ്രാദേശിക വികാരം എന്ന് പറഞ്ഞാൽ പ്രാദേശിക വികാരം പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രാദേശിക വികാരങ്ങൾ ഉണ്ടാകും. പക്ഷേ മൊത്തം നോക്കി UDF-നും കോൺഗ്രസിനും ഏതാണ് നല്ലതെന്ന് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്. അത്തരമുണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രാദേശികമായ അഭിപ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ ആ പ്രാദേശിക അഭിപ്രായവ്യത്യാസങ്ങളെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഞാനതാ പറഞ്ഞത്. എൻ്റെ ഉദാഹരണം ഞാൻ പറയുന്നു. ഞാൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി. പ്രാദേശിക വികാരം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെ കൂടി പ്രാദേശിക വികാരം ഇല്ലാതാക്കി അവിടെ നിന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചു. അത് ഏത് പാർട്ടിയും ചെയ്യുന്നതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നതാണ്. ജനാധിപത്യത്തിലുള്ള ഒരു പ്രത്യേകതയാണത്. ആ ജനാധിപത്യത്തിൻ്റെ ആ പ്രക്രിയയാണത്. അത് ഞങ്ങൾ നടപ്പാക്കും. ഇപ്പോൾ CPM-ഉം CPI-യും പട്ടികകൾ പുറത്തുവിട്ടു. കോൺഗ്രസ് വൈകുകയാണ്. ഒരു വൈകിട്ടുമില്ല. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. ഇന്നും നാളെയുമായി കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും UDF-ന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും. എന്തുമില്ല, ഒരു കീറാമുട്ടിയില്ല. ഒരു കീറാമുട്ടി ഇന്ന് തീരുമല്ലോ. ഇന്നതൊക്കെ തീരാൻ പോവാണ്. കീറാമുട്ടിയില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്വാഭാവികമല്ലേ. ഞാൻ ചോദിക്കട്ടെ എന്ത് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവരും തീരുമാനിച്ചിട്ടില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും 5-8 സ്ഥലത്ത് കിടക്കുകയല്ലേ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിൽക്കുകയല്ലേ. എന്തിനാ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ്. പല ആളുകളോട് മാറ്റി നിർത്തിയല്ലോ. അപ്പോൾ ആ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലമായിട്ടാണല്ലോ ജി സുധാകരൻ മാറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടാണോ ശംസുദ്ദീനെ മാറ്റിയത്? എത്രയോ നേതാക്കന്മാരെ അവർ കട്ട് ചെയ്തു. എന്തിനാ ടീച്ചറെ കൊണ്ട് മറ്റോടത്ത് കൊണ്ടിട്ടിരിക്കുന്നത്? തോക്കുന്നൊരു സീറ്റ് കൊണ്ട് ടീച്ചർ ഇട്ടിരിക്കുന്നതിന് ആ പാർട്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ. ആ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പിണറായി സത്തിന്റെ ആധിപത്യമല്ലേ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? എന്തോ ഇന്ന് തീരുമാനം എടുക്കുമല്ലോ. കെ സുധാകരൻ ഒരിക്കലും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ സുധാകരൻ ഒരിക്കലും കേരളത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ ഈ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തനം കൊണ്ടും തീരുമാനിക്കുന്ന നേതാവായിരിക്കും ജി സുധാകരൻ. ജി സുധാകരന്റെ രാഷ്ട്രീയം അതാണ്. ഒരു സംശയം ഞങ്ങൾക്കില്ല. ഒരു ബുദ്ധിമുട്ടില്ല. തെക്കും വടക്കും കിഴക്കും ഒക്കെ തീരുമാനിക്കുന്നു. കെ സുധാകരൻ നാളെ എത്തുന്നുണ്ട്.
അപ്പൊ കെ സുധാകരന്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ഫോമുല ഉണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? കെ സുധാകരൻ എം പി ആണ്, പാർലമെന്റ് നടക്കുന്നു, അദ്ദേഹം വരും, അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി അദ്ദേഹത്തിനോട് കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമല്ല കേരളത്തിലെ മൊത്തം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. സുധാകരനുമായി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു ദിവസം കണ്ണൂർ പോയി എന്ന് വെച്ച് അദ്ദേഹത്തെ കുറിച്ച് ഇത്ര ഇത് കൊടുക്കണം? അദ്ദേഹം നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നിന്നതല്ല, വളരെ വൈകാരികമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. വൈകാരികമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടാ. കണ്ണൂരിലെ കോൺഗ്രസ് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അതൊന്നും വ്യക്തിപരമായി പറഞ്ഞില്ല. കണ്ണൂരിൽ ശ്രീ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? അവിടുത്തെ രക്തസാക്ഷി കുടുംബത്തിന് വേണ്ടിയാ. രക്തസാക്ഷികളെ വഞ്ചിക്കുന്നവരല്ല സുധാകരൻ. രക്തസാക്ഷി ഫണ്ട് കട്ടവരെ ന്യായീകരിക്കുന്നവരല്ല സുധാകരൻ. അഭിമാനത്തോടു കൂടി പറയുന്നു, സുധാകരൻ നടത്തിയിട്ടുള്ള ഇതും അവിടുത്തെ കണ്ണൂരിലെ രക്തസാക്ഷികൾക്ക് വേണ്ടിയും രക്തസാക്ഷികളുടെ കുടുംബത്തിന് വേണ്ടിയും അവിടുത്തെ ഈ പീഡനങ്ങൾ അനുഭവിച്ച് പ്രവർത്തിക്കുന്ന അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയാണ്. അല്ലാതെ കുഞ്ഞികൃഷ്ണൻ്റെ അനുഭവമല്ല സുധാകരൻ പറയുന്നത്. രക്തസാക്ഷി ഫണ്ട് കട്ടുകൊണ്ടുപോയാൽ ഇപ്പൊ സുധാകരനെ കുറ്റപ്പെടുത്താൻ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.